ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റ് നടന്ന ദിവസമായിരുന്നു ഇന്നലെ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് രാഷ്ട്രീയമായി തന്നെ വലിയ പ്രാധാന്യമുള്ള അറസ്റ്റായിരുന്നു. ദേവസ്വം ബോർഡ് 8ാം സ്ഥാനത്ത് പ്രതിയായി വരുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അങ്ങനെ അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഈ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്ത്, അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇൻവോൾവ്മെന്റ് എത്രമാത്രം എന്നതായിരുന്നു ഇന്നലെ അറിയാനുള്ള ഏറ്റവും വലിയ ആകാംക്ഷയായി നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത്. എ പത്മകുമാർ തന്നെയാണ് ഈ തട്ടിപ്പിന്റെ കിങ് പിങ് എന്ന നിലയിൽ വാർത്തകൾ വരികയാണ്. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സൂചിപ്പിക്കുന്നത് അതാണ്. ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് തന്നെ എ പത്മകുമാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ വലിയ പങ്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിനുണ്ട് എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നേരത്തെ 5 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എല്ലാം മൊഴികൾ പത്മകുമാറിന് എതിരാണ്. പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച് ഈ സ്വർണം എന്നത് ചെമ്പായി മാറിയതുമായി ബന്ധപ്പെട്ട് ഒക്കെ പത്മകുമാറിനുള്ള ഇൻവോൾവ്മെന്റിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്താണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നത് നമുക്ക് വിശദമായി തന്നെ നോക്കാം. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു, സ്വർണ്ണ തട്ടിപ്പിന്റെ തുടക്കം തന്നെ പത്മകുമാറിൽ നിന്നാണ് എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കട്ടിളപ്പാളി പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം തന്നെ വന്നത് പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നാണ്. 2019 ഫെബ്രുവരിയിലായിരുന്നു ഈ ഇടപെടൽ പത്മകുമാർ നടത്തുന്നത്. സ്വർണത്തെ ചെമ്പാക്കിയ രേഖകൾ തയ്യാറാക്കിയത് ഇതിന് ശേഷമാണ്. പോറ്റിക്ക് അനുകൂലമായി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത് പത്മകുമാറാണ്. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം അപഹരിക്കാൻ പത്മകുമാർ ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം അവിടെ നിന്ന് ഇളക്കി പുറത്തേക്ക് കൊണ്ടുപോയി തട്ടിപ്പിനുള്ള വഴിയൊരുക്കിയതൊക്കെയും പത്മകുമാറിന്റെ ഇടപെടലാണ് എന്നതാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുത്തത് എന്നതുകൂടി നോക്കിയാൽ ബോർഡ് യോഗത്തിലെ മിനിറ്റ്സിൽ കൃത്രിമം കാട്ടി കൊള്ളയ്ക്ക് തുടക്കമിടുകയായിരുന്നു പത്മകുമാർ ചെയ്തത് എന്നതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 2019 മാർച്ച് 19 ചേർന്ന ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിലാണ് പത്മകുമാർ ഗുരുതരമായിട്ടുള്ള കൃത്രിമം കാട്ടിയത്. കൊണ്ടുപോയ പാളികൾ സ്വർണം പൂശി തിരികെ എത്തിക്കുമ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള അനുമതിക്കായിരുന്നു ഈ യോഗം ചേർന്നത്. സ്വർണം പൊതിഞ്ഞ പിച്ചള എന്നായിരുന്നു ബോർഡിന്റെ നോട്ടീസിലുണ്ടായിരുന്നത്. ഈ സ്വർണം എന്നത് വെട്ടി ചെമ്പ് എന്നത് സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചത് പത്മകുമാറാണ് എന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ്. ബോർഡിലെ മറ്റംഗങ്ങൾക്ക് ഈ ബോർഡ് പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ബോർഡിലെ മറ്റംഗങ്ങൾക്കും സ്വാഭാവികമായിട്ടും ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാകും എന്ന് കരുതിയിരുന്നു. അവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന സംശയം ഇന്നലെ തന്നെ ജനിച്ചതാണ്. എന്നാൽ ബോർഡിലെ മറ്റംഗങ്ങൾക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന നിഗമനം. റിമാൻഡ് റിപ്പോർട്ടിലും അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാം നടന്നത് പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് എന്നത് വ്യക്തമാവുകയാണ്. സ്വന്തം നിലയ്ക്ക് വെട്ടിത്തിരുത്തുകയും തുടർന്ന് ബോർഡിന്റെ അനുമതി കൂടാതെ പ്രസിഡന്റ് എന്ന നിലയിൽ സ്വന്തം നിലയ്ക്ക് തന്നെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നു എന്നെഴുതി ഒപ്പിടുകയും ചെയ്യുകയാണ് പത്മകുമാർ ചെയ്തത്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള എല്ലാ ഒത്താശയും പത്മകുമാർ ചെയ്തു കൊടുക്കുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബോർഡ് പ്രസിഡന്റിന്റെ റൂമും മറ്റ് സൗകര്യങ്ങളും അവിടെ മറ്റ് പൂജകൾക്കുള്ള സ്പോൺസർഷിപ്പിനുള്ള സഹായങ്ങളുമൊക്കെ എങ്ങനെ ചെയ്തു കൊടുത്തു എന്ന കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഈ തട്ടിപ്പിന് എങ്ങനെ വഴിയൊരുക്കി എന്ന വിവരങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. പത്മകുമാറിന്റെ വീട്ടിലും ഈ SITയുടെ സംഘം പരിശോധന നടത്തുകയാണ്. ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് വീട്ടിൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന്റെ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘമാണ് പരിശോധിക്കുന്നത്. വീടിനോട് ചേർന്ന് പത്മകുമാറിന് ഒരു ഓഫീസ് മുറിയുണ്ട്. ആ ഓഫീസ് മുറി കേന്ദ്രീകരിച്ചാണ് കൂടുതലും പരിശോധനകൾ നടക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടാണ് അന്വേഷണ സംഘം ആ വീട്ടിൽ എത്തിയിരിക്കുന്നത്.
ഒപ്പം തന്നെ യോഗദണ്ഡുമായി ബന്ധപ്പെട്ടും ഒരു വിവാദം ഉണ്ടായിരുന്നു. യോഗദണ്ഡിൽ സ്വർണം പൂശുന്നതിന് പത്മകുമാറിന്റെ മകനാണ് ആ കോൺട്രാക്ട് കൊടുത്തിരുന്നത്. അത് നേരത്തെ വിവാദമായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പത്മകുമാറിന്റെ മകന്റെ പങ്ക് സംബന്ധിച്ചുള്ള വിവരങ്ങളും അന്വേഷണ സംഘം തേടുന്നുണ്ട്. അത് രണ്ടും ലക്ഷ്യമിട്ടുകൊണ്ടാണ് വീട്ടിൽ അത്തരം പരിശോധനകൾ നടക്കുന്നത്. പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ഏറ്റവും പ്രധാനമായി ഉയർന്ന് കേട്ട ചോദ്യമാണ്, നേരത്തെ പല ഘട്ടങ്ങളിൽ ഈ ആരോപണം മുന അദ്ദേഹത്തിലേക്ക് നീളുമ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ദൈവതുല്യർ ആയവരുടെ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവതുല്യരായവർ എന്ന നിലയിൽ പത്മകുമാർ ഉദ്ദേശിച്ചത് ആരെയാണ്? അപ്പോൾ അവർക്ക് ഇതിൽ എന്താണ് പങ്കുള്ളത്? അവരും പത്മകുമാറിന് പിന്നാലെ അകത്തേക്ക് പോകുമോ? അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? തുടങ്ങിയ സംശയങ്ങൾ ഇന്നലെ മുതൽ ഉണ്ട്. പത്മകുമാറിനെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ മാധ്യമങ്ങൾ അത്തരം ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ്. പക്ഷേ യാതൊരു പ്രതികരണവും നടത്താതെയാണ് പത്മകുമാർ പോയത്. അപ്പോൾ ദൈവതുല്യർ ആരാണ്? അവർ ഇനി അവരിലേക്ക് അന്വേഷണ സംഘം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ദൈവതുല്യർ എന്ന് പറയുമ്പോൾ ദൈവത്തോട് അത്രമാത്രം അടുത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ ആദ്യം വിചാരിച്ചിരുന്ന ഘട്ടത്തിലോ തലത്തിലോ അല്ല ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി തന്ത്രിമാർ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ? ആരാണ് ഈ ദൈവതുല്യർ എന്ന ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നായിരിക്കും അത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ കൂടുതലായും അന്വേഷണ സംഘത്തിന് ലഭിക്കുക. ഇപ്പോൾ വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് അന്ന് ഈ തട്ടിപ്പ് നടക്കുമ്പോൾ പത്മകുമാർ ഇതിനൊക്കെ നേതൃത്വം നൽകുമ്പോൾ ഈ തട്ടിപ്പിന് തുടക്കമിടുന്നത് തന്നെ പത്മകുമാർ എന്ന് പറയുമ്പോൾ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണ സംഘം എത്തുമോ? അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഉയരുന്ന സംശയം. അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന വിവരം തന്നെയാണ് വരുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രന് കുരുക്കാകുന്ന ചില കാര്യങ്ങളുണ്ട് എന്നതിന്റെ സൂചനകൾ കൂടിയാണ് വരുന്നത്. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളികളുടെയും ദ്വാരപാലക ശില്പപാളികളുടെയും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന വിവരം ദേവസ്വം മന്ത്രിക്കും അറിയാമായിരുന്നു എന്ന കാര്യമാണ് പത്മകുമാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചില ഫോട്ടോസ്, കടകംപള്ളി സുരേന്ദ്രനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചില ഫോട്ടോസൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇരുവരും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ആരോപിക്കാൻ പ്രതിപക്ഷം ഉൾപ്പെടെ അത്തരം ഫോട്ടോസൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ പലരുമായും പല പ്രമുഖ വ്യക്തികളുമായും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോസ് വന്നിരുന്നു. അതുകൊണ്ട് അതുമാത്രം കണക്കിലെടുത്തുകൊണ്ട് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക സാധ്യമല്ല. പക്ഷേ പത്മകുമാറിന്റെ മൊഴി എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ ദേവസ്വം മന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചുള്ള ധാരണയുണ്ടായിരുന്നു. അത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന വിവരം ദേവസ്വം മന്ത്രിക്കും അറിയാമായിരുന്നു എന്നതാണ്. സ്പോൺസറാകാൻ താല്പര്യം പ്രകടിപ്പിച്ചുള്ള കത്ത് കടകംപള്ളി സുരേന്ദ്രനും നൽകിയിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു മൊഴി കൂടി പത്മകുമാർ നൽകുന്നുണ്ട്. ദേവസ്വം മന്ത്രിയും തന്ത്രിയും ഉൾപ്പെടെയുള്ള ഉന്നതരുമായും പോറ്റിക്ക് അടുപ്പമുണ്ടെന്നും അങ്ങനെയാണ് താൻ പോറ്റിയുമായി സൗഹൃദത്തിലായത് എന്നതുമാണ് പത്മകുമാറിന്റെ മൊഴി. അപ്പോൾ ദേവസ്വം മന്ത്രിക്ക് തന്ത്രിമാർക്കും ഒക്കെ ബന്ധമുള്ള വ്യക്തിയാണ്. അപ്പോൾ ദൈവതുല്യർ എന്നത് ഉദ്ദേശിക്കുന്നത് തന്ത്രിമാരെയാണോ, അങ്ങനെ ആർക്കെങ്കിലും ഉള്ള ബന്ധത്തെക്കുറിച്ചാണോ എന്ന സംശയം കൂടി ജനിക്കുന്നത് ഈ മൊഴിയുടെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോഴാണ്. എന്തായാലും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാൻ SIT തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചൊക്കെ കൃത്യമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുക. ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ, പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്നായിരിക്കും അത്തരം തീരുമാനങ്ങളിലേക്ക് ഇനി അന്വേഷണ സംഘം എത്തുക. അപ്പോൾ ഇന്നലെ ഈ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അത് CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്നത് നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ചേരുകയും ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ വിശദമായ ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തു. ഒരു പക്ഷേ പത്മകുമാറിനെതിരെ നടപടികൾ ഉണ്ടാകും എന്ന വിവരം കൂടി വരുന്നുണ്ട്. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അറസ്റ്റുകൾ, എൻ വാസുവിൻ്റെതായാലും പത്മകുമാറിൻ്റെതായാലും ഉണ്ടായിട്ടുള്ള അറസ്റ്റുകൾ, അതുണ്ടാക്കുന്ന ഡാമേജ്, അതെങ്ങനെ കൺട്രോൾ ചെയ്യണം, ആ ഡാമേജ് കൺട്രോൾ എങ്ങനെ വേണം എന്ന കാര്യത്തിലൊക്കെ ഇന്ന് വിശദമായിട്ടുള്ള ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടു.
അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നടക്കുന്ന നടപടികൾ എന്നതാണ് എം വി ഗോവിന്ദൻ സൂചിപ്പിച്ചത്. മാത്രവുമല്ല, പ്രതിപക്ഷത്തിന് നേരത്തെ മുതൽ അവർ BJPക്കൊപ്പം നിന്ന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ശരിയായ വിധത്തിലാണ് പോകുന്നത് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അന്വേഷണത്തിൽ സർക്കാർ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ അറസ്റ്റുകൾ എന്നതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. എല്ലാ നടപടിയും CPM പിന്തുണയ്ക്കുന്നുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കും. മുഖം നോക്കാതെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. പാർട്ടി സ്വീകരിക്കേണ്ട നടപടികൾ പാർട്ടിയും സ്വീകരിക്കും എന്നതാണ് എം വി ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ആ നിലയിൽ CPM ഇതിനെ തങ്ങൾ ഭരിക്കുമ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഈ അറസ്റ്റുകൾ. ആരെയും സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം BJP ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ്. സ്വർണ്ണക്കൊള്ള കടകംപള്ളിയും പത്മകുമാറും പോറ്റിയും ചേർന്നാണ് നടത്തിയിട്ടുള്ളത്. ആസൂത്രണം ചെയ്തത്. കടകംപള്ളിയെ ഉടൻ അറസ്റ്റ് ചെയ്യണം. സ്വർണ്ണ കവർച്ചയിൽ സർക്കാരും CPMഉം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നും കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അപ്പോൾ BJP ഈ സാഹചര്യത്തെ രാഷ്ട്രീയ നേതൃത്വവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ വരെ അറസ്റ്റിലാകുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന ആവശ്യം ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് BJP ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റോടെ ഈ കേസിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാനം വന്നിരിക്കുകയാണ്. കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഞങ്ങൾ ആദ്യ ദിവസം മുതൽക്ക് തന്നെ ശബരിമലയിൽ നടന്ന അതിഭീകരമായ കൊള്ള CPMന്റെ ആസൂത്രണമാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. സർക്കാരും CPMന്റെ നേതൃത്വവും ഗൂഢാലോചന നടത്തിയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത്. അതിപ്പോൾ വളരെ വ്യക്തമായി സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ സംസ്ഥാനത്തെ CPMന്റെ ഒരു മുൻ MLA ആണ്. പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായിയുമാണ്. പത്മകുമാറിനെ മറ്റു പല പേരുകളും വന്നിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഈ അറസ്റ്റ് വിഷയം BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ സുരേന്ദ്രന്റെ ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ വലിയ ശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങളിൽ സംസാരിച്ചത്. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി കടകംപള്ളിയാണ് എന്നത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യവുമൊക്കെ വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടുന്ന അവസാന ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അതിന് പ്രചാരണം അങ്ങോട്ട് ഊർജിതമായി പോകുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ആ ഘട്ടത്തിലൊക്കെ വളരെ കാര്യമായി തന്നെ ഈ വിഷയം താഴെത്തട്ടിൽ ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെ ഞങ്ങൾ നിയമിച്ച ബോർഡ് അംഗങ്ങൾക്കോ അതിനെ നയിച്ചവർക്കോ ഒന്നും ഇതിൽ പങ്കില്ല എന്ന് ആദ്യഘട്ടങ്ങളിൽ ന്യായീകരണം കണ്ടെത്തിയ മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ഒന്നും യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സമാനമായ രീതിയിൽ നിലവിലെ ഇപ്പോഴുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും അന്വേഷണം എത്തേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ഇനി അവരുടെ കൂടി അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ വലിയ വലിയ പ്രതിസന്ധിയായിരിക്കും ഇത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഉണ്ടാക്കുക. അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് അയ്യപ്പ ഭക്തരെ
ഒപ്പം നിർത്താൻ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താൻ നടത്തിയ ശ്രമങ്ങൾ ഒക്കെയും വെള്ളത്തിൽ വരച്ച വര പോലെ ആയിത്തീർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ന്യായീകരണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കുക സാധ്യമാണോ എന്നത് പോലും സംശയമാണ്. അത്രമാത്രം ഗൗരവമാർന്ന വിവരങ്ങളാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. നമ്മൾ ഒരു ഘട്ടത്തിലും സംശയിക്കാതിരുന്നവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പുറത്തു വരുന്നത് അത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കോടതിയുടെ പരിശോധനയിൽ നടക്കുന്ന അന്വേഷണമാണ്. ഇനിയും ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഈ തൊടുന്യായങ്ങൾ കണ്ടെത്തി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യമല്ല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ളത്.